ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുകയും നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന തിന്മകളും വീഴ്ചകളുമെല്ലാം അള്ളാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞതാണ്. പ്രശ്നകുലുഷിതമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാ അർത്ഥത്തിലും ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല അവസ്ഥയിലല്ല ഉള്ളത്. ഒരു പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് നാം ഓരോരുത്തരും. ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ മുമ്പും കടന്നു പോയിട്ടുണ്ട്. ഈ ഘട്ടങ്ങളിൽ നമ്മൾ എന്താണ്, ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് നമ്മുടെ മുൻഗാമികൾ കൃത്യമായി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഏത് പ്രതിസന്ധി വന്നാലും ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈമാനിൽ അടിയുറച്ചു നിൽക്കുക എന്നതിനോടൊപ്പം തന്നെ അവന്റെ പരമ്പരയും ഈമാനിൽ തന്നെ നിലനിൽക്കാൻ, അവന്റെ പരമ്പര ദീനിൽ തന്നെ നിലകൊള്ളാൻ അവൻ അശ്രാന്ത പരിശ്രമം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരു മനുഷ്യന്റെ പരമ്പര അത് ദീനിൽ നിലകൊള്ളണമെങ്കിൽ, ഒരാളുടെ മക്കൾ അത് സാലിഹാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ സാലിഹായിരിക്കുക എന്ന്. നമ്മൾ സാലിഹാകുമ്പോൾ മാത്രമാണ് നമ്മുടെ മക്കൾ സാലിഹാകുന്നത്. നമ്മളെല്ലാവരും തന്നെ നമ്മളുടെ മക്കളുടെ ഭാവി അതോർത്ത് വ്യാകുലപ്പെടുന്നവരാണ്. മക്കളുടെ ഭാവിയിലുള്ള ജീവിതം, അവന്റെ സാമ്പത്തിക ഭദ്രത, അതുപോലെ തന്നെ അവന്റെ ജോലി, ഇതെല്ലാം ഓർത്ത് ഓരോരുത്തരും വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവന്റെ ഭാവിയിൽ, അവന്റെ സാമ്പത്തിക ഭദ്രതയാണെങ്കിലും അവന്റെ ജീവിത ഭദ്രതയാണെങ്കിലും അത് ഉറപ്പുവരുത്താൻ വേണ്ടി അവനെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു. പഠിക്കുന്ന വിഷയത്തിൽ നമ്മൾ അവന്റെ പാഠങ്ങൾ അവൻ പഠിക്കുന്നുണ്ടോ എന്ന വിഷയത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു. അതുപോലെ തന്നെ അവൻ വളർന്നു വന്നു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ നല്ല ഒരു പൊസിഷനിൽ അവൻ എത്തണം, അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ അവനെ ട്രെയിൻ ചെയ്യുന്നു. കൂടാതെ തന്നെ സമ്പത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നു. എൻ്റെ മക്കൾ ഞാൻ കഷ്ടപ്പെട്ടതുപോലെ ഒന്നും കഷ്ടപ്പെടരുത്, ഞാൻ ബുദ്ധിമുട്ടിയതുപോലെ ഒന്നും എൻ്റെ മക്കൾ ബുദ്ധിമുട്ടരുത് എന്ന ഒരൊറ്റ വിഷയം ഓർത്തുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടുന്നു. അവർക്ക് വേണ്ടി നമ്മൾ സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു. അവരുടെ കാര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും സുഗമമായിരിക്കണം, ഭാവിയിൽ അവന് യാതൊരു പ്രശ്നവും ഉണ്ടാകരുത് എന്നോർത്തുകൊണ്ട് അവന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെറുപ്പത്തിലേ നോക്കിക്കാണും. എന്നാൽ അവന്റെ ദീനിന്റെ വിഷയം വരുമ്പോൾ നാം എല്ലാവരും ഒരു പിടി പുറകോട്ടാണ്. അവന്റെ നമസ്കാരത്തിന്റെ വിഷയം വരുമ്പോൾ, അവന്റെ പഠന വിഷയത്തിൽ ശ്രദ്ധ പുലർത്തുന്നത് പോലെ അവന്റെ നമസ്കാര വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധ പുലർത്തുന്നില്ല. എന്റെ മകൻ, എന്റെ മകൾ 5 വഖത്ത് നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആരും തന്നെ ശ്രദ്ധിക്കാറില്ല. നമ്മളുടെ മക്കൾ സാലിഹായ രീതിയിലാണോ വളർന്നു വരുന്നത്, ദീനനുസരിച്ചാണോ വളർന്നു വരുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ശ്രദ്ധയും ഇല്ലാത്ത അവസ്ഥയിലാണുള്ളത്. പരിശുദ്ധ ഖുർആനിൽ മുൻകഴിഞ്ഞ സമുദായത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളെ പല സ്ഥലങ്ങളിലും പരാമർശിക്കുന്നുണ്ട്. അതിൽ സന്താനങ്ങളെ നല്ലതുപോലെ നോക്കാത്തതിന്റെ പേരിൽ, അവരുടെ നമസ്കാരങ്ങൾ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഖുൻ അളാഉ സ്വലാത വത്തബഉ ശഹവാത്ത്. പിറകെ ഒരു
അവർക്ക് ശേഷം അവരുടെ പിൻഗാമികൾ വരും. അവരുടെ പിൻഗാമികൾ വന്നുകൊണ്ട് അവരെന്താണ് ചെയ്തത്? നമസ്കാരത്തെ പാഴാക്കി കളഞ്ഞു. അവരവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധരായി. വത്തബഉ ശഹവാത്ത്, തോന്നിയവാസം കാണിച്ചു. അവരവരുടെ ഇച്ഛ എന്താണോ, മനസ്സെന്തു പറയുന്നു അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഈ പ്രശ്നത്തിന്റെ പേരിൽ അവർക്കുണ്ടായ പ്രശ്നം എന്താണ്? പിറകെ കണ്ടുമുട്ടുന്നത് ഏറ്റവും വലിയ അപകടമാണ്. ഏറ്റവും വലിയ വഴികേടിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുന്യാവിന്റെ സൗഭാഗ്യങ്ങളും ദുന്യാവിന്റെ സൗകര്യങ്ങളും അല്ല തയ്യാറാക്കി വെക്കേണ്ടത്, മറിച്ച് നമ്മൾ അവർക്ക് വെച്ച് റെഡിയാക്കി വെക്കേണ്ടത് ദീനാണ്. ദീനനുസരിച്ച് എന്റെ മകൻ ജീവിക്കണം, എന്റെ മകൾ ജീവിക്കണം എന്ന ഒരു ചിന്തയായിരിക്കണം നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്. അതിനാദ്യമായി നമ്മൾ ദീനനുസരിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മൾ ദീനനുസരിച്ച് ജീവിച്ച് നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. നമ്മുടെ മക്കളും അതനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഏറ്റവും വലിയ വഴികേടിലേക്കായിരിക്കും നമ്മുടെ മക്കൾ പോകുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണുള്ളത്. എന്താണ് സംസ്കാരം, എന്താണ് നന്മ, എന്താണ് തിന്മ എന്നൊക്കെ പുതിയ നിർവചനങ്ങളാണ് ഇന്ന് കൊടുക്കുന്നത്. എത്രത്തോളം ആണാരാണ് പെണ്ണാരാണ് എന്നതിന് പോലും പുതിയ നിർവചനങ്ങളാണ്. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ കേട്ടതൊന്നുമല്ല പുതിയ തലമുറ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ കണ്ടതൊന്നുമല്ല പുതിയ തലമുറ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മക്കൾ ദീനനുസരിച്ച് ദീനിൽ നിലയുറക്കണമെങ്കിൽ ബഹുമാനികളെ, നമ്മൾ ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ തന്നെ, അതുകൊണ്ടാണ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മുറു ഔലാദക്കും ബിസ്സലാ, നിങ്ങളുടെ മക്കളെ നമസ്കരിക്കാൻ കൽപ്പിക്കണം. എപ്പോഴാണ് കൽപ്പിക്കേണ്ടത്? നമസ്കാരം നിർബന്ധമാകുന്നത് ഒരു മനുഷ്യൻ പ്രായപൂർത്തിയാകുമ്പോഴാണ്. പക്ഷെ ഹദീസിൽ കാണുന്നത് എന്താണ്? 7 വയസ്സുള്ളപ്പോഴാണ്. 7 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നമസ്കരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കൽപ്പിക്കണം എന്നാണ്. അതുപോലെ തന്നെ 10 വയസ്സിലായിട്ടും നമ്മൾ പറഞ്ഞത് കേൾക്കുന്നില്ല, 10 വയസ്സായ കുട്ടി സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല എങ്കിൽ ശരീഅത്ത് അടി കൊടുക്കാൻ പറയുന്നുണ്ട് കുഞ്ഞിന്. നമ്മൾ എത്ര പേരുണ്ട് 10 വയസ്സായ കുഞ്ഞിന്റെ നമസ്കാരം ശ്രദ്ധിക്കുന്നവർ? അടിക്കുന്നത് പോകട്ടെ, കൽപ്പിക്കുന്നത് പോകട്ടെ, നമസ്കരിക്കുക എന്ന് പറയുന്നത് പോകട്ടെ, അവന്റെ നമസ്കാരത്തിൽ ശ്രദ്ധ ചെലുത്തുന്ന എത്ര പേരുണ്ട്? അതേസമയം അവന്റെ സ്കൂളിന്റെ വിഷയമാണെങ്കിലും അവന്റെ ട്യൂഷന്റെ വിഷയമാണെങ്കിലും എല്ലാത്തിലും നമുക്ക് ശ്രദ്ധയാണ്. അവന്റെ സാമ്പത്തികമായി ഭദ്രത ഉറപ്പുവരുത്താൻ നമ്മൾ ഇപ്പോഴേ അധ്വാനിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്. ബഹുമാനികളെ, നമ്മുടെ മുൻഗാമികൾ ചെയ്തിരുന്നത് അങ്ങനെയല്ല. മക്കളുടെ ഭാവിയെ സംബന്ധിച്ച് അവർക്ക് യാതൊരു വ്യാകുലതയും ഇല്ലായിരുന്നു. കാരണം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു, മക്കള് നന്നായി ജീവിക്കുകയാണെങ്കിൽ, സാലിഹായി ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു അവരെ ഏറ്റെടുക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. നമുക്ക് അറിയാം, ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഒരു ഖലീഫയായിരുന്നു. അദ്ദേഹം നയിച്ച ജീവിതം വളരെ ലളിതമായ ലാളിത്യത്തിലുള്ള ഒരു ജീവിതമായിരുന്നു. അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആ ഖിലാഫത്ത് ഏതെല്ലാം പ്രവിശ്യയിൽ ഉണ്ടായിരുന്നു അവിടെ എല്ലാം സമാധാനം, പൂർണ്ണ സമാധാനമുള്ള ഒരു അവസ്ഥയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് ആർക്ക് നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത്? അദ്ദേഹത്തിന്റെ പിതൃവ്യന്റെ മകനായ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിൽ നിന്നാണ്. ഒരു പിതൃ സഹോദരന്റെ മകനിൽ നിന്നാണ് അദ്ദേഹത്തിന് ഖിലാഫത്ത് കിട്ടിയത്. ഈ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് ഒരു നല്ല മനുഷ്യനായിരുന്നു. പൊതുവെ ഉമവി ഖിലാഫത്തിൽ ഒരുപാട് അതിക്രമങ്ങൾ നടന്നുവെങ്കിലും ഇദ്ദേഹം സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിന്റെ പ്രത്യേകത, ഇദ്ദേഹത്തിനെതിരെ വരുന്ന എന്ത് വിമർശനങ്ങളും അദ്ദേഹം അത് കേൾക്കാനും അത് തിരുത്താനും തയ്യാറുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു. അപ്പോൾ ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടി ഒരുപാട് വിമർശനങ്ങൾ നടത്തിയിരുന്നു. ആ വിമർശനങ്ങളെല്ലാം അദ്ദേഹം കേൾക്കുകയും അതെല്ലാം തിരുത്തുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് ഈ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്. അവസാനം അദ്ദേഹം തനിക്ക് ശേഷം ഖലീഫയാകാൻ യോഗ്യൻ തന്റെ മറ്റുള്ള സഹോദരങ്ങളല്ല, തന്റെ പിതൃവ്യന്റെ മകനായ ഉമറാണ്
ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖലീഫയാകണം എന്ന നിയത്തിൽ അദ്ദേഹത്തെ വലിയുൽ അഹദായി അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് വഫാത്തായതിനു ശേഷം അടുത്ത ഖലീഫ തന്റെ സഹോദരങ്ങളാകാതെ തന്റെ പിതാവിന്റെ സഹോദരന്റെ മകനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ് ചെയ്തത്, ഖലീഫയായി വന്നത്. മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരി ഫാത്തിമയെ ഈ പിതാവിന്റെ സഹോദരന്റെ മകനായ ഉമർ ബിൻ അബ്ദുൽ അസീസിന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഈ ഫാത്തിമ റഹിമഹല്ലാ വളരെ പുണ്യം ചെയ്ത ഒരു സ്ത്രീയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഖലീഫയുടെ മകളാണ്, അതുപോലെ തന്നെ ഖലീഫമാരുടെ പെങ്ങളാണ്, ഒരു ഖലീഫയുടെ ഭാര്യയാണ്. ഇവരുടെ കയ്യിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട്, സ്വർണവും വജ്രവും ഒരുപാട് സ്വത്തുക്കളുമായിട്ടാണ് ഇവര് തന്റെ ഭർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നത്. അപ്പോൾ തന്റെ ഭർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഈ സ്വത്തുക്കളിലെല്ലാം എനിക്ക് ശുഭഹത്ത് മണക്കുന്നു. ഈ സ്വത്തുക്കൾ ശരിയായ മാർഗത്തിലൂടെ സമ്പാദിക്കപ്പെട്ടതാണോ അല്ലയോ എന്ന വിഷയത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഈ സമ്പത്തും ഇത്രയും സ്വത്തുക്കളുമായി നിനക്ക് എന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ല. ഒന്നുകിൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം, അതല്ലെങ്കിൽ ഈ സ്വത്തുക്കൾ മുഴുവനും നീ ബൈത്തുൽ മാലിലേക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ആ മഹദി ആ സ്വത്തുക്കൾ മുഴുവനും ബൈത്തുൽ മാലിലേക്ക് തിരിച്ചു കൊടുത്തു. അതിൽ നിന്ന് ഒരു സ്വത്ത് പോലും എടുക്കാതെ തന്റെ ഭർത്താവിനോടൊപ്പം വളരെ ലാളിത്യം നിറഞ്ഞൊരു ജീവിതമാണ് അവർ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോയത്. ബഹുമാനമുള്ള സഹോദരന്മാരെ, ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി വഫാത്താകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആകെ ഉണ്ടായിരുന്ന സമ്പത്ത് എന്ന് പറയുന്നത് വെറും 18 ദീനാർ മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ ആകെ ഉണ്ടായിരുന്ന സമ്പത്ത്. ഒരാൾ വന്ന് ചോദിക്കുകയുണ്ടായി ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല, തങ്ങളുടെ മക്കൾക്ക് വേണ്ടി താങ്കൾ എന്താണ് ബാക്കി വെച്ചിരിക്കുന്നത്? നമ്മൾ എപ്പോഴും നമ്മുടെ ചിന്ത മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണം, മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കണം, അവര് ഭാവിയിൽ എന്തെങ്കിലും ഒരു നല്ലൊരു പൊസിഷനിൽ എത്തണം എന്നൊരു ചിന്തയിലാണ് നമ്മളുള്ളത്. അപ്പോൾ ആ മഹാനവറുകളോട് ചോദിച്ചു, താങ്കളുടെ മക്കൾക്ക് വേണ്ടി എന്താണ് താങ്കൾ കരുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ അവർക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ തഖ്വയാണ് കരുതി വെച്ചിരിക്കുന്നത്, ദീനിനെയാണ് ഞാൻ അവർക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. ദീൻ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു അവരെ ഏറ്റെടുത്തോളൂ. ഇനി ദീൻ അനുസരിച്ചല്ല എന്റെ മക്കൾ ജീവിക്കുന്നത്, അവർക്ക് തോന്നിയതുപോലെയാണ് ജീവിക്കുന്നത് എങ്കിൽ ഞാൻ എന്തിന് എന്റെ സമ്പത്ത് കൊണ്ട് അവരെ സഹായിക്കണം? എന്റെ സമ്പത്ത് അള്ളാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടി ഞാൻ എന്തിന് ചെലവഴിക്കണം? അതുകൊണ്ട് എന്റെ മക്കൾക്ക് വേണ്ടി ഒന്നുമില്ല. ബഹുമാനപ്പെട്ട വലിയൊരു മുഫസ്സിർ ഉണ്ടായിരുന്നു, മുഖാത്തിൽ ഇബ്നു സുലൈമാൻ എന്ന് പറഞ്ഞ വലിയൊരു പണ്ഡിതൻ. അദ്ദേഹം ഈ ഉമവി ഖിലാഫത്തിന് ശേഷം വന്ന ഖിലാഫത്താണ് അബ്ബാസി ഖിലാഫത്ത്. അതിലെ രണ്ടാമത്തെ ഖലീഫയാണ് അബൂ ജാഫർ മൻസൂർ. അബൂ ജാഫർ മൻസൂറിന്റെ ആ മജ്ലിസിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. കടന്നു വന്നപ്പോൾ അബൂ ജാഫർ മൻസൂർ അദ്ദേഹത്തെ കണ്ട് ബഹുമാനിക്കുകയും അതിനുശേഷം അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരണം താങ്കൾ. അപ്പോൾ മുഖാത്തിൽ ഇബ്നു സുലൈമാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കും, ബിമാ സമീതു അം ബിമാ റഅയ്തു, ഞാൻ പൂർവികരിൽ നിന്ന് കേട്ടത് കൊണ്ട് കേട്ട വിഷയമാണോ നസീഹത്തായിട്ട് താങ്കൾക്ക് ഞാൻ പറയേണ്ടത്, അതല്ല ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട എന്തെങ്കിലും കാര്യമാണോ താങ്കൾക്ക് ഉപദേശിക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ കണ്ണുകൊണ്ട് കണ്ട എന്തെങ്കിലും കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്നെ ഉപദേശിക്കാൻ പറയും. ബിമാ റഅയ്ത, താങ്കൾ കണ്ടത് എന്നെ ഉപദേശിക്കാൻ പറയും. അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്ക് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ഈ വാക്കാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി വഫാത്താകുന്ന സമയത്ത് 18 ദീനാറുകളാണ് അദ്ദേഹം ബാക്കിയാക്കിയത്. അതിൽ 5 ദീനാർ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ കഫൻ ചെയ്യാനുള്ള വസ്ത്രവും മറ്റും വാങ്ങിച്ചു. 4 ദീനാർ ഉപയോഗിച്ച് അദ്ദേഹം ഒരു യാത്രയിലാണ് വഫാത്തായത്. അതുകൊണ്ട് ഖബർ അടക്കാനുള്ള സ്ഥലം 4 ദീനാർ ഉപയോഗിച്ച് വാങ്ങിച്ചു. അങ്ങനെ 9 ദീനാർ അദ്ദേഹത്തിന്റെ മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് തന്നെ ചെലവായി കഴിഞ്ഞു. പിന്നെ 9 ദീനാർ ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ദീനാർ 9 ദീനാറാണ്.
12 മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ 12 മക്കൾക്ക് വേണ്ടി ഈ 9 ദീനാറാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തിന് ബാക്കി വറാസത്ത് കിട്ടിയത്. ഒരാൾക്ക് 1 ദീനാർ പോലും ഇല്ല. വെള്ളി നാണയത്തിന്റെ കണക്കെടുത്താൽ 10 വെള്ളി നാണയമാണ് ഒരാൾക്ക് കിട്ടിയിരുന്നെന്നാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഖലീഫയുടെ മക്കളുടെ അവസ്ഥയാണ്. മുസ്ലിം ലോകത്തെ ഒരു വലിയ പ്രവിശ്യ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഖലീഫയുടെ മക്കളുടെ അവസ്ഥയാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു ഖലീഫയെ അദ്ദേഹം പറയുകയുണ്ടായി. ഹിഷാം ബിൻ അബ്ദുൽ മലിക്കും വഫാത്തായി. ഹിഷാം ബിൻ അബ്ദുൽ മലിക് വഫാത്തായ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു മകന് വറാസത്തിൽ കിട്ടിയത് 10 ലക്ഷം ദീനാറാണ്. അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു 12 മക്കൾ. ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിനും അതേ ഉമവി ഖിലാഫത്തിലുള്ള മറ്റൊരു ഖലീഫയാണ്. അദ്ദേഹത്തിന്റെ ഒരു മകന് കിട്ടിയത് 10 ലക്ഷം ദീനാറുകളാണ്. ഒരു മകന് കിട്ടിയത്. അത്രയും സമ്പത്ത് ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിന് അദ്ദേഹത്തിന്റെ മക്കൾക്ക് കിട്ടി. അതേസമയം ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ മകന് 1 ദീനാർ പോലും കിട്ടാത്ത അവസ്ഥയിലാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി വഫാത്താകുന്നത്. ശേഷം അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഒരു മകൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി 100 കുതിരകളെ എല്ലാ സജ്ജീകരണങ്ങളോടൊപ്പം 100 കുതിരകളെ ഒരു ദിവസം അദ്ദേഹം സദഖ ചെയ്യുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ 100 കുതിരകളെ, ആ കുതിരകളുടെ എല്ലാ സജ്ജീകരണങ്ങളോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ദിവസം കൊണ്ട് തന്നെ ചെലവഴിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. അതുപോലെ തന്നെ ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിന്റെ ഒരു മകൻ മാർക്കറ്റിൽ യാചിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. 10 ലക്ഷം ദീനാർ വറാസത്ത് കിട്ടിയ ഒരു മകൻ മാർക്കറ്റിൽ ജനങ്ങളുടെ സദഖ യാചിച്ച് നടക്കുന്നതും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖാതിർ ബിൻ സുലൈമാൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി അബൂ ജാഫർ മൻസൂറിനെ ഉപദേശിക്കുകയാണ്. ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മുടെ മക്കൾക്ക് ദീനുണ്ട് എങ്കിൽ പിന്നെ നമുക്ക് യാതൊരു രീതിയിലും ഭയപ്പെടേണ്ട കാര്യമില്ല. അവന്റെ ഭാവി ഓർത്ത് നമുക്ക് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അള്ളാഹു ഏറ്റെടുത്തുള്ളൂ. അത് നമുക്ക് ദീനുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ദീനുണ്ടാകും. നമ്മൾക്കും നമ്മുടെ മക്കളും ദീനുള്ളവരാണ് എങ്കിൽ അള്ളാഹു ഏറ്റെടുത്തുള്ളൂ. നമുക്കറിയാം സൂറത്തുൽ കഹഫിൽ ഒരു സംഭവം, ഖിദർ അലൈഹിസ്സലാമും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിലുള്ള സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു നാട്ടിലേക്ക് അവർ ചെല്ലുമ്പോൾ ആ നാട്ടുകാർ ആതിഥ്യ മര്യാദ കാണിക്കാത്തവരായിരുന്നു. ആ സമയത്ത് ആ നാട്ടിൽ ഒരു ഭിത്തി മറിഞ്ഞു വീഴാൻ പോകുമ്പോൾ ഖിദർ ആ ഭിത്തി എന്ത് ചെയ്യും, തന്റെ കൈകൊണ്ട് നേരെ പിടിച്ച് നിവർത്തി വെക്കും. ഇത് കണ്ട മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് സഹിക്കില്ല. മൂസാ അലൈഹി സ്വലാം ചോദിക്കും, നമ്മൾക്ക് ഇവര് ആതിഥ്യ മര്യാദ പോലും കാണിക്കാത്തവരാണല്ലോ, നമ്മൾ ഇത് ചെയ്തതിന് എന്തെങ്കിലുമൊക്കെ കൂലി മേടിച്ചൂടാ, എന്തെങ്കിലുമൊക്കെ ഒരു കൂലി നമുക്കത് എന്ത് ചെയ്തൂടെ, വാങ്ങിച്ചുകൂടെ എന്ന് ചോദിക്കും. അപ്പോൾ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമിന് അത് ഇഷ്ടപ്പെടുകയില്ല. അവസാനം പറയും, നമ്മൾ തമ്മിൽ മുന്നോട്ട് പോകില്ല. അതിനുശേഷം അദ്ദേഹം ചെയ്ത ഈ കാര്യത്തിന് ഒരു കാരണം പറയാം. അമ്മൽ ജിദാർ ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന. ഈ മതില് അത് 2 യതീമികളായ മക്കൾക്കുള്ള മതിലാണ്, അവരുടെയാണ് ഈ മതിൽ. വകാന തഹ്തഹു കൻസുൻ ലഹുമാ. ആ മതിലിനടിയിൽ ഒരു നിധിയുണ്ട്. ആ മതിലിനടിയിൽ എന്തുണ്ട്? ഒരു നിധിയുണ്ട്. അപ്പൊ ഈ മതിൽ ഇപ്പോഴേ മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ ആരെങ്കിലും ആ നിധി എന്ത് ചെയ്തു എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ വളർന്നു വരണം. അവരുടെ കാലഘട്ടത്തിൽ വേണം എന്ത് ചെയ്യാൻ ഈ മതിൽ പൊളിഞ്ഞു വീഴാൻ. അപ്പോഴായിരിക്കണം അവർക്ക് ആ നിധി കിട്ടേണ്ടത്. ആ നിധിയിൽ അവരുടെ ഭാവി, അവരുടെ സമ്പത്ത് മുഴുവനും ആ നിധിയിൽ അവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടും. എന്താ ഇതിനുള്ള കാരണം? പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വകാന അബൂഹുമാ സാലിഹ. അവരുടെ പിതാവ് ഒരു സാലിഹായിരുന്നു. വേറൊന്നുമല്ല കാരണം. അവരുടെ പിതാവ് ഒരു സാലിഹായ മനുഷ്യനാണ്. അതുകൊണ്ട് ആ സാലിഹായ മനുഷ്യന്റെ പരമ്പരയെ അള്ളാഹു പാഴാക്കില്ല. ആ പരമ്പരയെ അള്ളാഹു ഏറ്റെടുക്കും. ആരെ കൊണ്ടാണ് അള്ളാഹു ചെയ്യിപ്പിച്ചത്? ഒരു പ്രവാചകനെ കൊണ്ട്. അതുപോലെ തന്നെ ആ പ്രവാചകന് ഹിക്മത്തുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ചില ഉലമാക്കൾ പറയുന്നുണ്ട് അദ്ദേഹവും നബിയാണെന്ന്, അല്ലെങ്കിൽ അദ്ദേഹം വലിയ വലിയാണെന്ന്. അങ്ങനെയുള്ള ഒരു വലിയെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 മക്കളുടെ കാര്യം ഏറ്റെടുത്തത്.
ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയമാണ്. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരുടെ ഭാവിയിലുള്ള സാമ്പത്തികമായ വിഷയത്തിലല്ല വ്യാകുലപ്പെടുത്തേണ്ടത്, അവരുടെ ദീനിന്റെ വിഷയത്തിലാണ് നമ്മൾ വ്യാകുലപ്പെടേണ്ടത്. നമ്മൾ അവരുടെ ദീനിന്റെ വിഷയത്തിൽ, അവരുടെ നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമസ്കാരം. കാരണം ആദ്യം പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കാണ് അദാഉസ്സലാ, നമസ്കാരത്തെ അവർ പാഴാക്കി കഴിഞ്ഞു. അപ്പൊ പിന്നെ അടുത്ത സ്റ്റെപ്പാണ് വത്തബഉ ശഹവാത്ത്, അവർക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ തുടങ്ങും. നമസ്കാരമാണ് അവരെ നിയന്ത്രിച്ചിരുന്നത്, ആ നമസ്കാരം അവർ പാഴാക്കി കഴിഞ്ഞപ്പോൾ വത്തബഉ ശഹവാത്ത്, പിന്നെ അവർക്ക് തോന്നിയവാസമാണ്, തോന്നിയതുപോലെ അവർ ജീവിക്കും. അവരുടെ മനസ്സ് എന്ത് തോന്നുന്നു അതനുസരിച്ചായിരിക്കും അവരുടെ ജീവൻ. പിന്നെ അടുത്ത മൂന്നാമത്തെ ഘട്ടമാണ് ഫസൗഫ യൽഖൗന ഗയ്യ, അവർ ഏറ്റവും വലിയ അപകടത്തിലേക്കായിരിക്കും പോകുന്നത്. പക്ഷേ നമുക്ക് നിരാശപ്പെടേണ്ടതില്ല. ഇല്ലാ മൻ താബ വആമന വഅമില സാലിഹ, തൗബ ചെയ്തു വിശ്വാസിയായി സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമുക്ക് പേടിക്കേണ്ടതില്ല. ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലേക്ക് കടക്കും. വലാ യുദ്ലമൂന ശൈഅ, അല്പം പോലും അവർ ആക്രമിക്കപ്പെടുകയില്ല. അപ്പോൾ അതുകൊണ്ട് ബഹുമാനികളെ, നമ്മൾ ഈ വിഷയം ശ്രദ്ധിക്കണം, നമ്മൾ ഈ വിഷയം ചിന്തിക്കണം. നമ്മളും ദീനുള്ളവരാകണം. നമ്മുടെ മക്കൾ, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ പരമ്പര ഇവര് ദീനുള്ളവരാകണം. ഇതിനു വേണ്ടിയായിരിക്കണം നമ്മൾ വ്യാകുലപ്പെടേണ്ടത്. ഇതായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇത് ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ദുനിയാവിന്റെ വിഷയം അത് അള്ളാഹു ഏറ്റെടുത്തുകൊള്ളും. അള്ളാഹുവിന്റെ ഖജനാവ് ഒരിക്കലും കാലിയാകില്ല. അള്ളാഹു നമ്മുടെ മക്കളെ ഏറ്റെടുത്തുകൊള്ളും. എപ്പോഴാണ് നമ്മൾ സാലിഹാകുകയും നമ്മുടെ മക്കൾ സാലിഹായി വളരുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്താൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കേട്ട അനുസരിച്ച് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.